70 വയസ്സിലും മുഖത്തെ ചുളിവുകളെല്ലാം മാറ്റി നല്ല വെളുത്ത് മനോഹരമായ ചർമ്മം നൽകുന്ന, യുവത്വം നിലനിർത്തുന്ന ഒരു ഫേസ് ബ്രൈറ്റനിങ് മോയ്സ്ചറൈസർ ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നവരാത്രിയൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വിജയദശമിയും കൂടിയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, ഇങ്ങനെയുള്ള ഒക്കേഷൻസിലൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യൂ, നന്നായിട്ടൊന്ന് ഒരുങ്ങൂ. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹവും ജീവിക്കാനും മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു സന്തോഷവും ഒരു ഒരു കറേജും ഒരു എനർജിയും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരുങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ സ്കിന്ന്, നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്ന് എത്രത്തോളം ഡ്രൈ ആണെന്നും മോയ്സ്ചർ ഇല്ലെന്നും മോയ്സ്ചറൈസർ കുറച്ചുകൂടെ നമ്മൾക്ക് വേണമെന്നും. കുറച്ച് ഏജ് ആകുമ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ മുഖത്തിൻ്റെ ഈർപ്പമും കുറച്ച് ഡ്രൈ ആകുകയും മോയ്സ്ചർ കുറച്ച് കുറഞ്ഞ പോലെയൊക്കെ തോന്നും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മുഖത്ത് മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വൈറ്റനിങ് മോയ്സ്ചറൈസർ ക്രീമാണ്. നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോയി വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ഈ ഫേസ് പാക്ക് സ്കിൻ ബ്രൈറ്റനിങ് ക്രീമിലേക്ക് നമ്മൾ എടുക്കുന്നത് ചിയാസീഡ് ആണ്. ചിയാസീഡ് റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ആണ്. നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡൾനെസ്സിനെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആകുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും നാച്ചുറൽ ഗ്ലോ തരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമുക്കാദ്യം 2 ടേബിൾ സ്പൂൺ ചിയാസീഡ് എടുത്ത് ഒരു 20-25 മിനിറ്റ് നല്ല വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അപ്പോഴേക്കും അതൊരു ജെൽ ഫോം ആയിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾക്ക് വേണ്ടത്. ജെൽ ഫോം ആയി കഴിയുമ്പോൾ ഇത് നമ്മളുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷനെ ബൂസ്റ്റ് ചെയ്ത് മോയ്സ്ചറിനെ നമ്മുടെ സ്കിന്നിൽ ലോക്ക് ചെയ്യുകയും നമ്മുടെ സ്കിന്നിന് ഒരു പ്ലംപി എഫക്റ്റ് തരികയും നാച്ചുറലി ബ്രൈറ്റ് ആക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചിയാസീഡ് ആന്റി ഇൻഫ്ലമേറ്ററി കൂടിയാണ്. നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ മുഖത്തിനെ സ്ലിം ആക്കി കാണിക്കാൻ സഹായിക്കുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയന്റ് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഞാൻ ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ തോല് മാറ്റാം. പൊട്ടറ്റോ ഇതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസിൽ വളരെ റിച്ച് ആണ്. അതുകൊണ്ട് നമുക്ക് നാച്ചുറലി ഗ്ലോ തരികയും കൊളാജിൻ പ്രൊഡക്ഷനെ കൂടുതലാക്കുകയും ചെയ്യുന്നതാണ് സ്കിന്നിലേക്ക്. സ്കിന്നിന്റെ ഫൈൻ ലൈൻസ് മാറാനും റെഡ്നെസ് മാറാനും റിങ്കിൾസ് മാറാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും പ്ലംപി ആയിട്ട് നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പൊട്ടറ്റോ. പൊട്ടറ്റോ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും സ്കിന്നിന് നല്ല ബ്രൈറ്റ് കളർ തരികയും ഈവൻ സ്കിൻ ടോൺ തരികയും സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. തൊലി കളഞ്ഞ പൊട്ടറ്റോയുടെ കൂട്ടത്തിൽ നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഗാർലിക് ആണ്. ഗാർലിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അതിശയിക്കും, അയ്യോ ഗാർലിക് ഫേസിൽ ഇടാമോ എന്ന്. ഉറപ്പായിട്ടും ഗാർലിക് ഫേസിൽ ഇടാം. ഗാർലിക് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്യുകയും നമ്മളുടെ സ്കിന്നിന്റെ യൂത്ത്ഫുൾ ഗ്ലോയെ എൻഹാൻസ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ സെൽസിനെ ഫാസ്റ്റർ ആയിട്ട് റിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ കൊളാജിൻ ബൂസ്റ്റർ ആണ്. സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിയും ഫേംനെസ്സും, അതായത് സ്കിൻ തൂങ്ങത്തില്ലേ, അങ്ങനെയൊക്കെ ആവാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഗാർലിക്. നമുക്ക് ഗാർലിക് തോല് കളഞ്ഞ് പീൽ ചെയ്തെടുക്കാം. ഒരു 5 ഗാർലിക് മതിയാകും. 5 ഗാർലിക്കും നമ്മൾ എടുത്തിട്ടുള്ള പൊട്ടറ്റോവും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാൻ പൊട്ടറ്റോ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച് ഗാർലിക് പെട്ടെന്ന് വേകുന്നത് കൊണ്ടാണ്. രണ്ടും കൂടെ, അല്ലെങ്കിൽ ഗാർലിക് ഒരുപാട് വെന്ത് പോകും. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു 5-8 മിനിറ്റ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്തെടുത്ത പൊട്ടറ്റോവും ഗാർലിക്കും നമുക്ക് ആറാനായിട്ട് വെക്കാം, റൂം ടെമ്പറേച്ചറിലാകാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആണ്. മിൽക്ക് പൗഡർ നമ്മുടെ സ്കിന്നിനെ ഫെയർ ആക്കാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ആഡ് ചെയ്തത് ഒരു 10 ഡ്രോപ്പ് റോസ് ഹിപ്പ് ഓയിൽ ആണ്. ഇപ്പൊ നമ്മൾ ഒഴിക്കുന്നത് റോസ് വാട്ടർ ആണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. റോസ് ഹിപ്പ് ഓയിൽ ആന്റി ഏജിങ് സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്.
റോസ് ഹിപ്പ് ഓയിൽ നമ്മുടെ സ്കിന്നിൽ ഏജിൽ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ തന്നെ ഉണ്ടാകുന്ന പിഗ്മെന്റേഷനെയും ഡാർക്ക് സ്പോട്ടിനെയും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഏജ് കൊണ്ടുണ്ടാകുന്ന സാഗിങ്സിനെയും ഒക്കെ തടയാനായിട്ട് റോസ് ഹിപ്പ് ഓയിൽ സഹായിക്കുന്നതാണ്. നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്ത ആ മിക്സ്ചർ നമ്മൾക്ക് ഒന്നും കൂടെ ഒരു ഫിൽറ്ററിൽ കൂടെ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നല്ല ഫൈൻ ആയിട്ടുള്ള ക്രീം കിട്ടുകയും നമ്മളുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാൻ പാകത്തിന് അതിനെ സ്മൂത്ത് ആക്കി എടുക്കാനും കൂടിയാണ് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ കുതിരാൻ വെച്ചിരുന്ന അല്ലെങ്കിൽ ജെല്ലി ആകാൻ വെച്ചിരുന്ന ചിയാ സീഡ് കറക്റ്റ് ആയിട്ട് ഫോമിലായിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾക്ക് അരച്ചെടുത്തിരിക്കുന്ന ആ മിക്സിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം മോയ്സ്ചർ ഉണ്ട് ചിയാ സീഡിലെന്ന്. ചിയാ സീഡ് ഉള്ളിലേക്ക് കഴിക്കുന്നതും ഒരുപാട് നല്ലതാണ് കേട്ടോ. നമ്മൾ പുറത്ത് സ്കിൻ കെയർ ചെയ്യുന്നത് പോലെ തന്നെ അകത്തോട്ടും നമ്മൾ കെയർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മിക്സ് ചെയ്തിട്ട് നല്ല സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജാറിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് 10 to 14 days ഫ്രിഡ്ജിൽ ഇത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസിൽ ഒരു 20 to 25 minutes അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ആന്റി റിങ്കിൾ ഫെയർനെസ് ഫേസ് ക്രീം പാക്കാണിത്. മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതിന്റെ ഹൈഡ്രേഷൻ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന നല്ല വലിച്ചിലും ഫൈൻ ലൈൻസും റിങ്കിൾസും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റാൻ കഴിവുള്ള ഒന്നാണ്. നല്ല ഫെയർ ആക്കി തരും നിങ്ങളുടെ സ്കിന്നിനെ ഇത്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു. ഇത് മോയ്സ്ചർ നമ്മുടെ ഫേസിൽ ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ് കളർ തരാനും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന റിങ്കിൾസും ഫൈൻ ലൈൻസും ഏജിന്റെ സൈൻസും ഒക്കെ തന്നെ മാറ്റാനും കഴിവുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ ക്രീം ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. ഏകദേശം 2-3 ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന്റെ ഡിഫറൻസ് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. നമ്മളുടെ പ്രോഡക്റ്റ് എല്ലാം വാങ്ങിച്ചിട്ട് എല്ലാവരും ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക് തരുമ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമാണ് ഉണ്ടാകുന്നറിയോ. ഈ സന്തോഷമൊക്കെ എൻ്റെ സൗന്ദര്യം കൂട്ടാനും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ വിഭൂതി സ്കിൻ കെയർ പ്രോഡക്റ്റിന് തരുന്ന ഒരു പ്രോത്സാഹനവും എല്ലാം തന്നെ കൺസിഡറേഷൻ എവറിത്തിങ് മാറ്റേഴ്സ് എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി തരാനും അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ചുമ്മാ ഭംഗി വാക്കിന് പറയല്ല, ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെയൊക്കെ ഓർക്കാറുണ്ട്. എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നവരും എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവരും പേഴ്സണലായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരും എല്ലാവരും തന്നെ എന്നോട് ടച്ചിലുള്ള എല്ലാവരും ആയിരിക്കും. ആസ് എ സബ്സ്ക്രൈബർ ഓർ വീഡിയോ വ്യൂവർ വാട്ട് എവർ ഇറ്റ് മേ ബി, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. കാരണം നിങ്ങളൊക്കെ എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു കാരണമാണ്. ഇതെല്ലാം സന്തോഷിക്കാൻ എനിക്ക് ജീവിതത്തിൽ കിട്ടുന്ന കുറച്ച് കാരണങ്ങളാണ്. സോ അതൊക്കെ ഞാൻ നിങ്ങളോട് ഒരുപാട് താങ്ക്ഫുൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്തണം. നമ്മൾ പറയത്തില്ലേ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഇനി എന്ത് സ്കിൻ കെയർ ചെയ്യാനാ, ഇനി എന്ത് ചെയ്തിട്ട് എന്താ. അങ്ങനെയല്ല 95 വയസ്സായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾക്ക് നമ്മളെ ക്യാരി ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് തന്നിരിക്കുന്ന ഒരു ലൈഫാണിത്. അത് നമ്മൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ? നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് മാറാതിരിക്കാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങനല്ല, നമ്മളിപ്പോൾ എന്നാൽ ചെയ്തുകൊണ്ട് മാറുന്നുണ്ടോ എന്ന് ചോദിക്കുമായിരിക്കും. അങ്ങനല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു, നമ്മൾ എന്തെങ്കിലുമൊക്കെ സന്തോഷം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ പോസിറ്റിവിറ്റിയാണ് അട്രാക്ട് ചെയ്യുന്നത്. ആ പോസിറ്റിവിറ്റി നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കൂടെ ജീവിക്കുന്നവർ മീൻസ് നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ അമ്മ, മദർ ഇൻ ലോ അല്ലെ സിസ്റ്റർ ഇൻ ലോ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളുടെ ക്ലോസ് സർക്കിൾസിനൊക്കെ അത് കിട്ടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്കറിയാമോ, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ ആ ചിന്തിക്കുന്ന സാധനമായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. നമ്മൾ പോസിറ്റീവ് എനർജിയെ മാത്രം അട്രാക്ട് ചെയ്ത് പോസിറ്റീവിനെ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ സത്യമാണ് ആക്ച്വലി.
കാരണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു, നമ്മൾ ബ്യൂട്ടിഫുൾ ആണ്, നമ്മൾ കണ്ണാടി നോക്കി പറയണം ഓ നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ എപ്പോഴും പറയും നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു, പണ്ട് എനിക്ക് നല്ല കളർ ഉണ്ടായിരുന്നു. ഓക്കെ, ഒബ്വിയസ്ലി പണ്ടുണ്ടായിരുന്നു, പക്ഷേ ആ കളർ ഇന്ന് നമുക്ക് എന്തുകൊണ്ട് വീണ്ടെടുത്തുകൂടാ? മേ ബി ഏജ് ഓരോ വർഷവും കൂടുന്തോറും ഒരു നമ്പറാണ് ഏജ്. അത് ഓരോ വർഷം പോകും തോറും നമ്മുടെ ഫേസിൽ ഒരു മെച്യൂർ ലുക്ക് വരും. അതായത് സ്മോൾ ഗേൾ അല്ലെങ്കിൽ യങ് ഗേൾ എന്നൊക്കെ ഉള്ളത് മാറ്റിയിട്ട് നമ്മൾ ഒരു വുമൺ എന്നുള്ള ഒരു ലുക്കിലോട്ട് വരും. അത് നല്ലതല്ലേ? അത് നല്ല ഒരു മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു സിംറ്റമാണത്. അപ്പോൾ അവിടെ നമ്മൾ നമ്മളുടെ ഫൈൻ ലൈൻസും ചുളിവുകളും നമ്മളുടെ ഫേസിലെ മാർക്കുകളും ഒക്കെ മാറ്റി നമ്മൾ കുറച്ച് നല്ല പ്രസൻറ്റബിൾ ആയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവർ അറിയാതെ റെസ്പെക്ട് ചെയ്തു പോകും. നമ്മുടെ ഡ്രസ്സിങ് സെൻസ് നിങ്ങൾ തന്നെ നോക്കിയിട്ടില്ലേ? കുറച്ച് കാണാൻ വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആളുകൾ, നല്ല പ്രസൻറ്റബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ അഡ്മയർ ചെയ്ത് നോക്കി നിൽക്കാറില്ല. അവരുടെ ഡ്രസ്സിങ് സെൻസും അവരുടെ ഫേസ് അവർ കീപ്പ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അവരുടെ ഫേസ് നന്നായിട്ട് കീപ്പ് ചെയ്യുന്നോ അവരുടെ ഡ്രസ്സിങ് സെൻസ് ആണോ, നമ്മളെന്താ വിചാരിക്കുക, ഓ ഇപ്പോഴും എന്ത് ഭംഗിയാ കാണാൻ. ഇത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോഴോ നമുക്ക് നല്ലൊരു അഭിമാനമല്ലേ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ കെയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എപ്പോഴും ജീവിതത്തിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ, സങ്കടങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഓ എനിക്കൊരു കംഫർട്ടും ഇല്ല, എനിക്കൊരു സന്തോഷമില്ല, എനിക്കാരും സന്തോഷം കൊണ്ടുതരുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടത്തിന് മാത്രമേ സമയമുള്ളൂ. ഈ സങ്കടങ്ങൾക്കൊക്കെ അങ്ങ് അവധി കൊടുക്കുക. ഒരു ദിവസത്തേക്കല്ല, ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ദിവസത്തേക്കും ഈ സങ്കടങ്ങൾക്കും നമ്മളുടെ പരാതികൾക്കും നമ്മളുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആവലാതികൾക്കും ഒക്കെ അങ്ങോട്ട് അവധി കൊടുത്തിട്ട് ഇത് നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ള ആ ഒരു തോട്ടിനും കൂടെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് യെസ് ഇറ്റ് ഈസ് പോസിബിൾ, ഇത് നടക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പം ഞാനൊരു ഫേസ് പാക്ക്, നിങ്ങൾ അല്ലെങ്കിൽ വിഭൂതി സ്കിൻ കെയറിൽ നിന്നൊരു ഫേസ് പാക്ക് വാങ്ങിച്ചു, നിങ്ങൾ ഫേസിൽ ഇടുവാണ്. ഇത് വർക്കാകുമോ വർക്കാകത്തില്ലേ എന്നോർത്ത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ 50% അത് വർക്കാകത്തുള്ളൂ. 50% ഫേസ് പാക്കിങ്, 50% നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് തരുന്ന സിഗ്നൽസുമാണ്. ഇത് നടക്കും, ഇത് ഉറപ്പായിട്ട് നടക്കും. സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കുക, ഇത് എന്തിലാണ് മിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇടേണ്ടത്, അതൊക്കെ നിങ്ങളുടെ എഫേർട്സ് ആണ്. അതിന് ഞാൻ ആൻസർ തരുന്നത് നിങ്ങൾ താങ്ക്സ് പറയും. ഞാൻ ആൻസർ തരുന്ന വലിയ കാര്യമല്ല, കാരണം എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ എഫേർട്ട് എന്ന് പറയുന്നത്. അവിടെ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുകയാണ് ചെയ്യുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ സുന്ദരിയാകുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ എഫേർട്ട് എടുക്കാനായിട്ട് ഇന്ന് തന്നെ റെഡി ആയിക്കോളൂ. ഇതുപോലെ ഇന്ന് കാണിച്ച വീഡിയോയിലുള്ളതുപോലെ നമ്മളുടെ വീഡിയോസിലൊക്കെയുള്ള സ്കിൻ കെയർ പാക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഒരു പാക്ക് ഒരു ദിവസം ഒരെണ്ണമേ ഇടാവുള്ളൂ. എല്ലാ ദിവസവും പാക്കുകൾ ഇടണം എന്നില്ല. ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രം ഇട്ടാൽ മതിയാവും. എല്ലാ ദിവസവും നമ്മുടെ സ്കിന്നിനെ ഒരച്ചൊരച്ച് റഫാക്കി ഉള്ള സൗന്ദര്യം കൂടി ഇല്ലാതാക്കരുത്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നു മുതൽ ലൈഫിനെ പോസിറ്റീവായിട്ട് കാണും. അതായത് നമ്മുടെ വീട്ടിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ വാതുക്കൽ കോലമിടും. ഫെസ്റ്റിവൽ സീസണിലൊക്കെ ആൾക്കാർ വരും പോകും. ചിലപ്പോൾ അത് കോലം ആരെങ്കിലും കലച്ചെന്നിരിക്കും. കളിച്ച് മീൻസ് ചിലപ്പോൾ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോലം വരച്ചത് കുറച്ച് വൃത്തികേടാവും, കുറച്ച് മാറിപ്പോവും, അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടുമ്പോൾ അതിൻ്റെ ഷേപ്പ്ലെസ് ആയിപ്പോവും. ദാറ്റ്സ് എ കറക്റ്റ് വേർഡ്, ഷേപ്പ്ലെസ് ആയിപ്പോവും. അതിനെ നോക്കിയിരുന്ന് അയ്യോ വാതുക്കലിട്ട കോലം അവർ ഷേപ്പ്ലെസ് ആക്കില്ല, അവർ വെച്ചല്ലോ, അല്ലെങ്കിൽ നമ്മൾ വാതിക്ക് വെച്ച വിളക്ക് അവർ തട്ടിമറിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇനി നമുക്ക് എന്തെങ്കിലും ബാഡ് തിങ്സ് വരുമോ, അയ്യോ അങ്ങനെ ആലോചിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. ആര് തട്ടിയിട്ടോ അവർക്കുള്ളതാണ്, അല്ലെ? അവരുടെ കെയർലെസ്നെസ്സിലും അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡിന്റെ കുഴപ്പവും അവർക്ക് സിവിക് സെൻസ് ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് ഏജിനെ കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ലാത്തത് കൊണ്ടും അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളെ പോസിറ്റീവ് ആക്കുക. അതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. നമ്മളുടെ ബാഡ് ടൈം ഒന്നും അല്ല. ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ ചിലപ്പോൾ പറഞ്ഞില്ല, ഒരാൾ നമ്മളുടെ എതിരെ നടന്നു വന്നാൽ അവരെ കണ്ടുകൊണ്ട് ഇറങ്ങിയാൽ കഴിഞ്ഞു. അത് നമ്മളുടെ ബ്രെയിനിൽ പണ്ട് മുതലേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇട്ട് തന്ന ഒരു സാധനമാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്തിനാണ്? നമ്മൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് ദൈവം, അല്ലേ? നമ്മളുടെ എല്ലാ സങ്കടങ്ങളും നമ്മളുടെ എല്ലാ സീക്രട്ടുകളും നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ദൈവം മാത്രമായിരിക്കും. അതായത് നമ്മുടെ ക്രൈം പാർട്ട്ണറാണ് ദൈവം. ദൈവത്തിന് മുന്നിൽ നമുക്ക് എല്ലാം പറയാം. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് വേണമെന്നാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
ദൈവം നമുക്ക് വേണം എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളിപ്പം നമ്മൾ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആണ് നോക്കുന്നത്, സ്കിൻ കെയർ ആണ് നോക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സ്കിൻ കെയർ ഉറപ്പായിട്ടും ചെയ്യൂ. ഇതിന് പ്രയോജനം കിട്ടും എന്ന് തീരുമാനിക്കൂ, എന്ന് വിശ്വസിക്കൂ, എന്നിട്ട് സ്കിൻ കെയർ ചെയ്യൂ. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ഒരു സംശയത്തോടെ ചെയ്യുമ്പോൾ ഇൻപെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന ആ ഒരു ഫേസ് പാക്ക് ഇടുന്ന രീതിയും നമ്മൾ അതിനെ അങ്ങോട്ട് ഫേസിലോട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ ഇൻപെർഫെക്റ്റ് ആയിരിക്കും. ഇൻപെർഫെക്ഷൻ ഒരിക്കലും വർക്കാകത്തില്ല. എന്ന് വെച്ചാൽ പെർഫെക്ഷനിസം എന്നുള്ളതല്ല, പെർഫെക്ഷനിസം നമുക്ക് പറ്റില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ 100% വിശ്വാസത്തോടെ ചെയ്യൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നതാണ്. നമ്മുടെ സ്റ്റോറിലുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ലിങ്കും വെബ്സൈറ്റിന്റെ ലിങ്കും ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ, സ്ക്രീനിൽ നമ്പർ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. പ്രോഡക്ട്സ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും, നിങ്ങൾ തരുന്ന റെസ്പെക്റ്റിനും, നിങ്ങൾ തരുന്ന ഒരു കെയർ, കൺസിഡറേഷൻ, എല്ലാത്തിനും, നിങ്ങൾ തരുന്ന ഓരോ മെസ്സേജിനും, ഓരോ വോയിസ് നോട്ടിനും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ബിക്കോസ് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം പൂജയൊക്കെ കഴിഞ്ഞ് ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ട്, ഒരു പോസിറ്റിവിറ്റിയോടെ എല്ലാവരെയും റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ മീറ്റ് ചെയ്യാൻ, ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ ഒരു ഒക്കേഷനാണ് ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് കുറച്ച് ഓവർലോഡഡ് ആണ് ഹാപ്പിനെസ്, ബിക്കോസ് എല്ലാവരെയും കണ്ടത് കൊണ്ടൊക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ.